Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒത്തിരി ആൾക്കാർ നിൽക്കത്തില്ലേ. അപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും ഞാൻ ഏത് ഭക്ഷണമാണ് ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ ഏകദേശം ഒരു 40-50 വയസ്സൊക്കെ ആയി. ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? ഇത്രയും നാളും ഞാൻ അറിയാതെ പറ്റിപ്പോയി, ഇനി മുന്നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ഒരു വളർച്ച, ശരീര വളർച്ച എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് വരെ, 20-21 വയസ്സ് വരെയൊക്കെ ഉള്ളത് നമ്മളെ ശരീരം പൊക്കം വെക്കും. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കാർബോഹൈഡ്രേറ്റും കാര്യങ്ങളും എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേനും അത് ബോഡിയിൽ നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു വലിയ അളവിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അത്യാവശ്യം ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഈ ഒരു 20-21 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പൊക്കം അങ്ങ് സ്റ്റോപ്പാകും. പിന്നെ ഫർദറുള്ള ഹൈറ്റ് വെക്കുന്ന പരിപാടികൾ അധികം കാണുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 18-19 ആകുമ്പോഴത്തേനും പൊക്കമൊക്കെ ഇങ്ങനെ സ്റ്റോപ്പായി വരും. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴയ രീതിയിൽ കഴിച്ച് ശീലിച്ച രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് മുന്നോട്ട് പൊക്കം കൂടത്തില്ല, വണ്ണം കൂടത്തേ ഉള്ളൂ. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരെന്തൊക്കെ കഴിച്ചാലും വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളുണ്ട്, അവർ ഇത്ര കഴിച്ചാൽ മതി ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്ന രീതിയുണ്ട്. അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആരെന്നറിയോ? വണ്ണമുള്ളവരല്ല, മെലിഞ്ഞിരിക്കുന്നവരാണ്. കാരണം മെലിഞ്ഞിരിക്കുന്നതല്ല, വണ്ണം കുറഞ്ഞിരിക്കുന്നതല്ല വിഷയം. ഓവറായിട്ട് ഭക്ഷണം കഴിക്കുകയും വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ മുഴകൾ ഉണ്ടാകുന്നത്, ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്, അറ്റാക്കുകൾ വരുന്നത്, സ്ട്രോക്ക് വരുന്നത്. കാരണം എന്താ ഞാൻ പറയാം, സാധാരണ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ചിലരെ കാണാറില്ല. ഒരു കല്യാണത്തിന് പരിപാടിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കും, എന്നിട്ട് കുറേ സ്വീറ്റ്സും ഐസ്ക്രീമുകളും എല്ലാ കാര്യങ്ങളും കഴിക്കും, പക്ഷേ അവർ വണ്ണം കുറഞ്ഞിരിക്കും. അപ്പോൾ അവർ നമ്മളെ നോക്കിയിട്ട് പറയും, കണ്ടോ എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും ഡേഞ്ചറസ് വരുന്നത്. കാരണം അവരുടെ ശരീരത്തിലെ ഈ ഫാറ്റ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ താഴെ അല്ല ഡെപ്പോസിറ്റ് ആകുന്നത്, അത് അവയവങ്ങളിലുള്ളിലാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് മുഴകൾ, ബ്രസ്റ്റിലെ മുഴകൾ, യൂട്രസിലെ മുഴ, രക്തക്കുഴലിൻ്റെ ബ്ലോക്കുകൾ, പ്രമേഹം, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നത് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വണ്ണം കുറഞ്ഞിരിക്കുന്നവരിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായൊരു കാര്യമുണ്ട്. നമ്മൾ വണ്ണം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ എന്തായാലും ഞാൻ വണ്ണം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കൺട്രോൾ ചെയ്യണമെന്നെങ്കിലും വിചാരിക്കും. വണ്ണം കുറവുള്ളവർ അത് വിചാരിക്കത്തില്ല, അന്നേരം അതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവേ നമുക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഏത് രീതിയിലുള്ള ഭക്ഷണമായിരിക്കും കൂടുതൽ കഴിക്കണം. പ്രത്യേകിച്ച് ഒരു 40-50 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഭൂരിഭാഗം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു 40 വയസ്സിന് ശേഷമാണ്. ഒരു 80% ആൾക്കാർക്കും അങ്ങനെയാണ്. അതുവരെ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടതെന്ന് പറയുന്നത് പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 60 ഗ്രാം അല്ലെങ്കിൽ 75 ഗ്രാമോളം മിനിമം പ്രോട്ടീൻ ഒരു ദിവസം വേണ്ടിയാണ്. ഒരു മുട്ട കഴിച്ചാൽ 6 ഗ്രാമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കപ്പ് ചിക്കൻ കഴിച്ചാൽ ഒരു 30 ഗ്രാം കിട്ടും. അപ്പം നമ്മൾ അറിയേണ്ടത്, ഒരു ദിവസം നമുക്ക് ഇത്രയും ഒരു 75-80 ഗ്രാമോളം ഒരാൾക്ക് മിനിമം, ഒരു 60 കിലോ ഉള്ള ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും അളവിലേക്ക് ഒരു പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇത്രയും പ്രോട്ടീൻ ഉള്ളത്? ദോശ ചമ്മന്തിയും കഴിച്ചാൽ എവിടെ പ്രോട്ടീൻ കിട്ടാനാണ്? പുട്ടും പഴം കഴിച്ചാൽ എവിടെ പ്രോട്ടീൻ കിട്ടാനാണ്? അതിനകത്ത് പ്രോട്ടീനേ ഇല്ല. അപ്പം നമ്മൾ ഈ ചെറിയ പ്രോട്ടീനിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ചുമ്മാ കുറേ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഫാറ്റായിട്ട് കൺവേർട്ടായിട്ട് വരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഫാറ്റ് ലിവർ കുറയണം, വെയിറ്റ് കുറയണം, പ്രമേഹം വരാതിരിക്കണം, അല്ലെങ്കിൽ ബ്ലോക്കുകൾ വരാതിരിക്കണം, വന്നതിനെ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും നല്ല അളവിലേക്ക് കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം 3 ദോശയും ചമ്മന്തിയും കഴിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചേച്ച് 1 ദോശയാക്കുക, 2 മുട്ടയാക്കുക. അപ്പം മുട്ട മഞ്ഞയോട് കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ കൊളസ്ട്രോൾ ബ്ലോക്ക് പറയുന്നവർ ശ്രദ്ധിക്കണം. ഈ മുട്ടയുടെ മഞ്ഞയോ ഇതോ കഴിച്ചിട്ടല്ല ഈ ബ്ലോക്കും കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. കാരണം ഈ പഴയ കുറേ ആചാരങ്ങളുടെ ഭാഗമായിട്ട് മുട്ടയുടെ മഞ്ഞ കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്നൊന്ന് കേട്ടതുകൊണ്ട് ഈ ഡോക്ടർമാരെല്ലാം പറഞ്ഞ് എല്ലാവരും പീഡിപ്പിച്ച് വെച്ചേക്കുന്നൊരു കാര്യമാണ്. അത് ഡയറ്ററി കൊഴുപ്പും കൊളസ്ട്രോളായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അത് ഇപ്പോഴും അറിയാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, ഒരു 2 മുട്ട, ഒരു ദോശ, അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി, അല്ലെങ്കിൽ ഒരു അര ഏത്തപ്പഴം, ഏതെങ്കിലും ഒരെണ്ണം, എല്ലാം കൂടെ അല്ല, ഏതെങ്കിലും ഒരെണ്ണമായിട്ട്. കാരണം പ്രോട്ടീനും ഫാറ്റുമാണ് മെയിനായിട്ട് നമ്മളൊരു ഡയറ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യം. പിന്നെ നമുക്ക് മധുരമിടാത്ത രീതിയിലുള്ള ടീ കോഫി ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ബ്ലാക്ക് ടീ ആണ് കഴിക്കുന്നത്. കുറച്ച് നട്ട്സൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യം. അപ്പം എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ 2-3 ദോശ കഴിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കത്തിത്തീരും. പെട്ടെന്ന് പിന്നെ ഒരു 11:30-12 ആകുമ്പോഴത്തേനും പിന്നെ വിശപ്പ് തുടങ്ങുകയാണ്. പക്ഷേ
നമുക്ക് ഫാറ്റ് കഴിച്ചാൽ ഇപ്പോൾ നമ്മളൊരു ബട്ടർ കോഫി, നമ്മൾ സാധാരണ ഒരു കട്ടൻ കാപ്പിയിൽ ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് ബട്ടർ കോഫിയായി. ഈ ബട്ടർ കോഫി കഴിച്ച് കഴിഞ്ഞാൽ ഹെവിയാണ്, നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫാറ്റ് സപ്ലൈ ചെയ്ത വിശപ്പ് കുറയും. നമ്മൾ വയറ് നിറയ്ക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഫാറ്റായിട്ട് കൺവേർട്ട് ആവും. ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഇറച്ചിയായിട്ട് ഉൾപ്പെടുത്താം, മീനായിട്ട് ഉൾപ്പെടുത്താം. ഇത് ഇപ്പം ഈ മത്തിയുടെ സൈസിലൊരു മീനാണെന്നുണ്ടെങ്കിൽ 2, 3, 4 എടുത്ത് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ചോറ് നമ്മൾ ഒരു തവി കൂടുതൽ എടുക്കാതിരുന്നാൽ നമ്മൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടില്ല ചില ആൾക്കാർ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് എപ്പോഴും ക്ഷീണമാവും, ഒന്ന് പോയി കിടക്കണം, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, വെറുതെ ഇരുന്ന് TV കാണും, വെറുതെ ഇരുന്ന് ഫോൺ നോക്കും, അന്നേരം ഒന്നും ജോലി ചെയ്യണമെന്ന് തോന്നത്തില്ല, ഒരു ക്ഷീണമായിരിക്കും. അപ്പം ഫാറ്റ് ലിവർ കൂടി, ബേർഡൻ കൂടി, ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടി, ഡൈജസ്റ്റീവ് എൻസൈം ദഹനരസങ്ങളുടെ അളവുകളൊക്കെ കുറഞ്ഞു. അപ്പോൾ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സിമ്പിൾ കാര്യമാണ്. ഉച്ചക്കത്തെ കാര്യങ്ങളിൽ നമ്മൾ വളരെ കൺട്രോളായിട്ട് ചെറിയ അളവിൽ ചോറോ അല്ലെന്നുണ്ടെങ്കിൽ ഏതോ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു കാര്യമായിരിക്കും ഈ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ മീൻ കഴിച്ച കുഴപ്പമുണ്ടോ, എന്ന് വെച്ചാൽ വറുത്ത് കഴിച്ച കുഴപ്പമുണ്ടോ, കറി വെച്ച കഴിച്ച കുഴപ്പമുണ്ടോ? വറുത്തെന്ന് പറഞ്ഞാൽ എണ്ണയിൽ മുക്കിക്കോരി വറക്കണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ശാലോ ഫ്രൈ ചെയ്യുന്നത് കൊണ്ടോ കറി വെക്കുന്നത് കൊണ്ടോ, നമ്മുടെ കോട്ടയം ഭാഷയിൽ മീൻ പീര എന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടോ, തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളത്, ഫിഷ് മോളി നല്ലൊരു ഓപ്ഷനാണ്. ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഒരു 4 മണി സമയങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പം പൊതുവേ നമുക്ക് ബിസ്ക്കറ്റോ റസ്കോ അല്ലെങ്കിൽ പഴംപൊരിയോ ഉഴുന്നുവട ആ ഒരു രീതി, അതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അങ്ങനൊരു 4 മണി സമയത്ത് സ്ഥിരമായിട്ട് ശീലിക്കുന്നവർക്ക് ഗ്രീൻ ടീയോ ബ്ലാക്ക് ടീയോ എടുത്തിട്ട് കുറച്ച് നട്ട്സോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ പറയുന്ന കപ്പലണ്ടി മുട്ടായി എന്നൊക്കെ പറയാറില്ല, നിലക്കടല വെച്ചിട്ടുള്ള ഒരു ശർക്കര ഇട്ടിട്ടുള്ളൊരു കോമ്പിനേഷൻ, അതേപോലെ തന്നെ എള്ളുണ്ട, ഇങ്ങനത്തെ കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. രാത്രിത്തെ സമയം എന്ന് പറയുന്നത് നമുക്കിപ്പം ഏതെങ്കിലും ഇപ്പം നമ്മൾ രാത്രിയാണ് കൂടുതൽ വിശക്കുന്നത്, രാവിലെയാണ് കൂടുതൽ വിശക്കുന്നത്, ഞാൻ പൊതുവെ ചോദിക്കാറുണ്ട്. ഈ രാത്രി കൂടുതൽ വിശക്കുന്ന ആളുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി, കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ കടലക്കറിയോ, ഈ ചന നല്ലതാണ്, നമ്മുടെ ഈ വെള്ളക്കടല എന്നൊക്കെ പറയാറില്ലേ, അതും ഒരു ചപ്പാത്തിയായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതൊന്നുമില്ല, രാവിലെ നമുക്ക് വലുതായിട്ട് കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു മുട്ട ഡബിൾ ഓംലെറ്റ് ആക്കുക, അതിനകത്തേക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കൻ പീസുകളോ ഉണ്ടെങ്കിൽ അതോ, എന്ത് ചീസ് ആണെങ്കിൽ ചീസ്, ബട്ടർ ആണെങ്കിൽ ബട്ടർ, ഏത് വേണമെങ്കിലും ഇട്ട് നമുക്ക് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് രീതിയിലാക്കി കഴിക്കുവാണെങ്കിലും നല്ലതായിരിക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക, പയറ് തോരൻ ബാക്കി വന്നു, അല്ലെങ്കിൽ തോരൻ എന്ന് പറഞ്ഞാൽ വറവലെന്നൊക്കെ പറയാറില്ലേ, അത് ബാക്കി വന്നു, അതും കൂടെ മുട്ടയിലേക്ക് ഇടാം. എന്ത് സാധനം വേണമെങ്കിലും ആ മുട്ടയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതാക്കിയെടുക്കാം. ബ്രോക്കലി ഇടാം, ക്യാപ്സിക്കം ഇടാം, എന്താ പറയുക, ക്യാബേജ് ഇടാം, കോളിഫ്ലവർ ഇടാം, എന്ത് വേണമെങ്കിലും ഇത് ഇട്ടിട്ട് നമുക്കൊരു ഹെവി ആയിട്ട് ബട്ടറിനകത്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് തന്നെ മതി. ഷുഗറുള്ള ആളുകൾ പുഷ്പം പോലെ ഷുഗർ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഈ രാത്രി അധികം അങ്ങനെ വലിയ രീതിയിൽ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 7-8 മണിക്കുള്ളിൽ തീർക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ 10-11 മണിക്ക് കിടക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് പൊക്കോളും. ഇനി ഈ 3 നേരം കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 3 നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ ശീലിച്ചത് കൊണ്ട് വന്നതാണ്. നമുക്ക് 2 നേരം പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചാൽ തന്നെ ധാരാളം മതിയാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അവർക്ക് പറയാം എനിക്ക് ഇത്രയും 3 നേരം ഒന്നും കഴിക്കാനുള്ള ഇതില്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 11 മണിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, 6 മണിക്ക് രാത്രിത്തെ ഡിന്നർ കഴിക്കുക, മതി, ധാരാളം. എന്തിനാ ചുമ്മാ വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യം? പക്ഷേ എല്ലാവർക്കും അത് പറ്റാത്തത് കൊണ്ട് ഞാനിത് 3ആയിട്ട് പറയുന്നതാണ്. ഇനി ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? പൊതുവേ നമുക്ക് ബീട്രൂട്ട് നല്ലൊരു കാര്യമാണ്. കാരണം ബീട്രൂട്ടിനകത്ത് അയൺ കണ്ടൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും, ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി വളരെ നല്ലതാണ് ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, ബ്ലോക്കുകളെ മാറ്റാനായിട്ട്, കൊളസ്ട്രോൾ കുറയാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഗാർലിക്, വെളുത്തുള്ളി, ഇതൊക്കെ ഉൾപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മീൻ ഉണ്ടാക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എന്തുണ്ടാക്കുന്നു, ഇതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഇട്ടേച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പോയിട്ട് വലിച്ചു വാരി എല്ലാ ഫ്രൂട്ട്സും കഴിക്കുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. കാരണം ഹൈ ഷുഗർ കണ്ടൻറ്റ് ഉള്ളതാണ് ഫ്രൂട്ട്സിൽ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പേരയ്ക്കയാണ്. പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, മുസംബി സാധനങ്ങളൊക്കെ നല്ലതാണ്. സപ്പോട്ടയ്ക്ക് ഭയങ്കര ഷുഗറുള്ള കണ്ടൻറ്റാണ്. വാട്ടർ മെലൺ നല്ലൊരു ഓപ്ഷൻ, മസ്ക് മെലൺ നല്ലതാണ്.
ഇപ്പം റോബസ്റ്റൊക്കെ എന്ന് പറയുന്നത് വേറൊന്നും പറ്റത്തില്ല, ഒരു റോബസ്റ്റേ പാടുള്ളൂ, അല്ലെങ്കിൽ 2 ചെറുപഴങ്ങൾ, അങ്ങനത്തെ രീതിയിലേക്ക് ഒതുക്കാവുള്ളൂ. ചുമ്മാ എല്ലാ മധുരം കൂടെ വാരി വലിച്ച് തിന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഫ്രക്ടോസ് ലെവൽ കൂടുകയും ഫാറ്റ് ലിവർ കൂടുകയും ഷുഗർ കൂടുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇനി പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പാല് കുടിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നമില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ പാല് കുടിക്കാം. കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് സ്കിന്നിൻ്റെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, മലബന്ധ പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ, അലർജി പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടൽ, ഇങ്ങനെയുള്ളവർക്കൊന്നും പാല് പറ്റത്തില്ല. അങ്ങനെയുള്ളവർ മാത്രം മാറ്റി വയ്ക്കുക. അല്ലാത്തവർക്ക് രാത്രി കഴിയുന്നതും പാല് കുടിക്കാതിരിക്കുക. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എന്നുള്ള രീതിയിൽ സമയങ്ങളിലൊക്കെ ആയിട്ട് പാലെടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല. അവക്കാഡോ നല്ലൊരു ഓപ്ഷനാണ്. അവക്കാഡോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവക്കാഡോയും ഈ തേങ്ങാപ്പാലും അതേപോലെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. അത് തന്നെ ഒരു ഫുഡായിട്ട് ഈവനിങ് ടൈം എടുക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളം മതി. നമുക്ക് ഹെവി ആയിട്ടൊരു സാധനമാണ്, ഹെൽത്തി ഫാറ്റും കൂടിയാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അപ്പം വെണ്ണ, നെയ്യ്, തൈര് ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഫാറ്റും കാൽസ്യവും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഫാറ്റാണ് ഏറ്റവും കൂടുതൽ വെണ്ണയും നെയ്യിലൊക്കെ ഉള്ളത്. അത് ഏറ്റവും കൂടുതൽ ശരീരത്തെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ മോഷൻ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ബൈൽ നന്നായിട്ട് റിലീസാണ് ഗോൾ ബ്ലാഡറിൽ നിന്ന്. അത് റിലീസാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കയറണം. അപ്പോൾ ഫാറ്റ് കഴിച്ചെങ്കിലാണ് നമുക്ക് ആ മെച്ചവും ബെനിഫിറ്റും കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, മുട്ട നല്ലൊരു ഓപ്ഷനാണ്. മീൻ, ഇറച്ചി, ബീട്രൂട്ട്, പിന്നെ ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ തന്നെ തൈര്, മോര്, വെണ്ണ, നെയ്യ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം. പിന്നെ അരി ആയാലും ഗോതമ്പായാലും ഏതായാലും, ചപ്പാത്തി ആണെങ്കിൽ ഒരു ചപ്പാത്തിയിലേക്ക് ഒതുക്കി വരുവാണെങ്കിൽ, ഈ ഒരു ചപ്പാത്തിയൊക്കെ നമുക്ക് മുക്കി വലിക്കാൻ പോലും ഇല്ലാന്ന് തോന്നും. പക്ഷേ നമ്മളീ പോയിട്ട് ഒരു കട്ടിപ്പണി എടുത്ത് ശരീരം ഭയങ്കരമായിട്ട് അധ്വാനിച്ച് വേർത്ത് പൊളിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ 2-3 ചപ്പാത്തി കഴിക്കുന്ന കുഴപ്പമില്ല. ഇത് അധികം ശരീരം അനങ്ങാത്ത ആൾക്കാർ, ഇപ്പം ജോലി നോക്കുന്നവർ, ടീച്ചേഴ്സ്, അതേപോലെ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ വക്കീലന്മാർ, അധികം ശരീരം അനങ്ങാത്ത ആൾക്കാർ, അതേപോലെ വീട്ടിൽ അധികം ജോലി ചെയ്യാത്തവർ, ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ എന്ന് പറയുന്നത് അധികം ശരീരം അനങ്ങാത്ത ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഈ ട്രാക്ക് തന്നെ ധാരാളം മതി. ഓവറായിട്ട് കയറുന്നതനുസരിച്ച് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു 40-50 വയസ്സിന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭക്ഷണ രീതിയാണ് ഞാനിത് മെയിനായിട്ടും പറഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വിറ്റമിൻ ഡി ഒക്കെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒമേഗ 3 എടുക്കുക, മഗ്നീഷ്യം, ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരു പോഷകമാണ് മഗ്നീഷ്യമാണ്. അതേപോലെ തന്നെ വിറ്റമിൻ ഇ ഇടയ്ക്കൊക്കെ കഴിക്കുക, B12 ഇടയ്ക്ക് കഴിക്കുക. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വേരിയേഷൻ ഉള്ള, കാരണം എല്ലാ കാര്യവും ഫുഡിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ആവശ്യം വരും. അതൊക്കെ ബാലൻസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ശരീരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഇട്ട് വരാം.